എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫ് ആണ് പഠിച്ചത്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് വെലോസിറ്റി ടൈം ഗ്രാഫ്. എന്താണ് വെലോസിറ്റി ടൈം ഗ്രാഫ്? ഓരോ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ടൈമിനനുസരിച്ച് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്ന് കാണിക്കുന്ന ഗ്രാഫാണ് വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫിൽ വെലോസിറ്റി y ആക്സിസിലും ടൈം എക്സ് ആക്സിസിലുമാണ് എടുക്കുന്നത് അല്ലേ? വെലോസിറ്റി ടൈം ഗ്രാഫ്. അപ്പം വെലോസിറ്റി അല്ലേ ആദ്യം പറയുന്നത് y ആക്സിസിൽ, രണ്ടാമത് പറയുന്ന ടൈം എവിടെയാണ്? എക്സ് ആക്സിസ്. അതാണ് വെലോസിറ്റി ടൈം ഗ്രാഫ്. അതുപോലെ തന്നെ ഓരോ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് കണ്ടാൽ അതെങ്ങനെ മൂവ് ചെയ്യുന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഓരോ ടൈപ്പ് മോഷനിലുള്ള ഒബ്ജക്റ്റുകളുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് യൂണിഫോം മോഷനിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെയിരിക്കും എന്നാണ്. നമുക്ക് നോക്കാം. ഒരു യൂണിഫോം മോഷൻ, നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. ഒരു ബസ് അല്ലെങ്കിൽ ഒരു കാർ നമ്മുടെ ഫ്രണ്ടിലൂടെ മൂവ് ചെയ്ത് പോവാണ്. നമ്മൾ ആദ്യം കാറിനെ കാണുമ്പോൾ ആ കാറിന്റെ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ? നമ്മൾ ആ കാറിനെ ആദ്യമായി കണ്ട ടൈം 0 സെക്കൻഡ് നമ്മൾ എടുത്തു. അപ്പോൾ ഇതിന്റെ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 1 സെക്കൻഡായി അതേ വെലോസിറ്റിയിൽ കാർ പോവാണ്, 5 മീറ്റർ പെർ സെക്കൻഡ്. 2 സെക്കൻഡായി വീണ്ടും അതേ വെലോസിറ്റി, 5 മീറ്റർ പെർ സെക്കൻഡ്. 3 സെക്കൻഡായി അപ്പോഴും ഈ കാറിന്റെ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെ ഒരേ വെലോസിറ്റിയിൽ പോകുന്ന ഒരു കാർ ഇല്ലേ? അതിനുശേഷം കാർ എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യുമായിരിക്കും. പക്ഷെ അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ കണ്ടപ്പോഴെല്ലാം ഈ കാർ 5 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ കാറിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. 0 സെക്കൻഡിൽ കാറിന്റെ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ്, ദെൻ 0 സെക്കൻഡ് 5 മീറ്റർ പെർ സെക്കൻഡ്. ഒന്നാമത്തെ സെക്കൻഡിലും 5 മീറ്റർ പെർ സെക്കൻഡ്, ദെൻ 2 സെക്കൻഡിലും 5 മീറ്റർ പെർ സെക്കൻഡ്, 3 സെക്കൻഡിലും 5 മീറ്റർ പെർ സെക്കൻഡ്. ഈ പോയിന്റുകൾ കണക്ട് ചെയ്താൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ദെൻ ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. കാരണം എന്താണ്? ടൈം മാറിയാലും വെലോസിറ്റി മാറുന്നില്ല. അതുകൊണ്ട് വെലോസിറ്റി ടൈം ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണ് ഒരു യൂണിഫോം മോഷനിലിരിക്കുന്ന ഒബ്ജക്റ്റിന്റെ കേസിൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഒരു കാര്യം ഓർക്കുക. പൊസിഷൻ ടൈം ഗ്രാഫ് ഇങ്ങനെ വരുന്നത് പൊസിഷൻ മാറാത്തപ്പോഴാണ്, എന്ന് പറഞ്ഞാൽ റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റിന്റെ കേസിൽ. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ടൈം ആക്സിസിന് പാരലായിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരുന്നത് വെലോസിറ്റി മാറാത്തപ്പോഴാണ്. വെലോസിറ്റി മാറാത്ത മോഷനാണ് യൂണിഫോം മോഷൻ. അങ്ങനെ യൂണിഫോം മോഷനിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അത് എപ്പോഴും ടൈം, അതായത് സമയം എടുത്തിരിക്കുന്ന ആക്സിസിന് പാരലായിരിക്കും, ടൈം ആക്സിസിന് പാരലായിരിക്കും. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷനിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫാണ്. അതായത് യൂണിഫോം ആക്സലറേഷനിൽ എന്താണ് സംഭവിക്കുന്നത്? വെലോസിറ്റി ഈക്വൽ ഇന്റർവെൽസിൽ ഈക്വൽ ആയിട്ടാണ് വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നത്. യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ ഒരു എക്സാമ്പിൾ നമ്മൾ എടുത്തിട്ടുണ്ട്. 0 സെക്കൻഡിൽ ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 1 സെക്കൻഡ് ആയപ്പോൾ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് ആയി. രണ്ടാമത്തെ സെക്കൻഡിൽ 10 മീറ്റർ പെർ സെക്കൻഡ് ആയി. മൂന്നാമത്തെ സെക്കൻഡിൽ 5 മീറ്റർ പെർ സെക്കൻഡ് ആയി. നാലാമത്തെ സെക്കൻഡിൽ 20 മീറ്റർ പെർ സെക്കൻഡ് ആയി അല്ലേ? അതായത് ഒരു സെക്കൻഡിൽ എത്ര വെലോസിറ്റി ചേഞ്ച് ചെയ്യും, അതാണ് ആക്സലറേഷൻ. അപ്പോൾ ഇവിടെ എല്ലായിടത്തും ഓരോ സെക്കൻഡ് കഴിയുമ്പോൾ 5ന്റെ ചേഞ്ച് ആണ് ഉണ്ടായത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ആക്സലറേഷൻ എന്തായിരിക്കും? 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡിലും 5 വെച്ചിട്ടാണ് വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം ആയതുകൊണ്ട് ഇതെന്താണ്? ഒരു യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ ആണ്. അതുപോലെ ഇതിന്റെ ആക്സലറേഷൻ എന്താണ്? പോസിറ്റീവ് ആണ്. ദെൻ വെലോസിറ്റി കൂടുന്നതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഇതിന്റെ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. അതായത് 0 സെക്കൻഡിൽ 0 മീറ്റർ പെർ സെക്കൻഡ്, 0 സെക്കൻഡ് 0 മീറ്റർ പെർ സെക്കൻഡ്, 1 സെക്കൻഡിൽ 5 മീറ്റർ പെർ സെക്കൻഡ്, 1 സെക്കൻഡിൽ 5 മീറ്റർ പെർ സെക്കൻഡ്, 2 സെക്കൻഡിൽ 10 മീറ്റർ പെർ സെക്കൻഡ്, 3 സെക്കൻഡിൽ 15 മീറ്റർ പെർ സെക്കൻഡ്, 4 സെക്കൻഡിൽ 20 മീറ്റർ പെർ സെക്കൻഡ്.
ഏകദേശം ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ പ്രത്യേകത എന്താണ്? ഇത് റൈറ്റിലോട്ട് ചരിഞ്ഞിരിക്കുക അല്ലേ. അപ്പോൾ ഒരു ആക്സിസിനും പാരലല്ല, പക്ഷെ റൈറ്റിലേക്ക് ചരിഞ്ഞിരിക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, ബട്ട് നോട്ട് പാരലൽ ടു എനി ആക്സിസ്. ഒരു ആക്സിസിനും പാരലൽ ആയിരിക്കത്തില്ല. അത് നെഗറ്റീവ് ആക്സിലറേഷൻ ഉള്ള ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് നോക്കാം. നെഗറ്റീവ് ആക്സിലറേഷൻ ആണെങ്കിലും ഇവിടെ ഒബ്ജക്റ്റ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനിൽ തന്നെയാണ്. എപ്പോഴാണ് ആക്സിലറേഷൻ നെഗറ്റീവ് ആകുന്നത്? വെലോസിറ്റി കുറയുമ്പോഴാണ് ആക്സിലറേഷൻ നെഗറ്റീവ് ആകുന്നത്. അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന് എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റ് ആണ് ആക്സിലറേഷൻ എങ്കിൽ അതിനെയാണ് നമ്മൾ നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒബ്ജക്റ്റിന് 0 സെക്കൻഡിൽ 20 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ഉണ്ട്. അപ്പോൾ നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്, ഒരു ബസ് വരികയാണ്, ബസ് 20 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ വരികയാണ്, വെലോസിറ്റിയിൽ വരികയാണ്. നമ്മൾ കൈ കാണിച്ചപ്പോൾ ഒന്നാമത്തെ സെക്കൻഡ് ആയപ്പോൾ ബസിന്റെ വെലോസിറ്റി 50 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് കുറഞ്ഞു. രണ്ടാമത്തെ സെക്കൻഡ് ആയപ്പോൾ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് കുറഞ്ഞു. മൂന്നാമത്തെ സെക്കൻഡ് ആയപ്പോൾ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് കുറഞ്ഞു. നാലാമത്തെ സെക്കൻഡ് ആയപ്പോൾ അതിന്റെ വെലോസിറ്റി 0 മീറ്റർ പെർ സെക്കൻഡ് ആയി. നമ്മുടെ അടുത്ത് വന്ന് ബസ് നിന്നു ഇല്ലേ. അപ്പോൾ ആ ഒരു കേസ് കൺസിഡർ ചെയ്യുക. അപ്പം വെലോസിറ്റി കുറയുന്നതുകൊണ്ട് ആക്സലറേഷൻ നെഗറ്റീവാണ്. അതുപോലെ തന്നെ ഓരോ സെക്കൻഡിലും 5 വെച്ചാണ് വെലോസിറ്റി കുറയുന്നത് അല്ലേ. അതായത് 20ൽ നിന്നും 5 കുറഞ്ഞപ്പോൾ 50 ആയി, വീണ്ടും 5 കുറഞ്ഞപ്പോൾ 10 ആയി. അങ്ങനെ 5 മീറ്റർ പെർ സെക്കൻഡ് വെച്ചാണ് വെലോസിറ്റി കുറയുന്നത്. അപ്പൊ അങ്ങനെയാണ് ഈക്വൽ ആയിട്ടാണ് വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നത് അല്ലേ. കുറയുന്നേ ഉള്ളൂ, പക്ഷെ അത് ഒരു ചേഞ്ച് അല്ലേ. അപ്പോൾ വെലോസിറ്റി ഈക്വൽ ആയിട്ടാണ് ചേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണ്. അപ്പോൾ 5 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി കുറഞ്ഞു വരുന്നതിനാൽ ഇതിന്റെ ആക്സിലറേഷൻ എന്താണ്? -5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. കാരണം ഒരു സെക്കൻഡിൽ എത്ര വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നു അതാണ് ആക്സിലറേഷൻ. ഇവിടെ ഓരോ സെക്കൻഡിലും 5 വെച്ച് കുറയുന്നതുകൊണ്ട് ആക്സിലറേഷൻ എന്താണ്? നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് -5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇവിടുത്തെ ആക്സിലറേഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്കിതിന്റെ ഗ്രാഫ് ഒന്ന് പ്ലോട്ട് ചെയ്യാം. 0 സെക്കൻഡിൽ 20 മീറ്റർ പെർ സെക്കൻഡ്. 0 സെക്കൻഡിൽ ഈ ബസിന്റെ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ദെൻ 1 സെക്കൻഡിൽ 50. 1 സെക്കൻഡിൽ 50. Then 2 സെക്കൻഡിൽ 10. 2 സെക്കൻഡിൽ 10. Then 3 സെക്കൻഡിൽ 5. 3 സെക്കൻഡിൽ 5. അതുപോലെ തന്നെ 4th സെക്കൻഡിൽ 0. 4th സെക്കൻഡിൽ 0. എന്ന് പറഞ്ഞാൽ ഈ ബസ് റെസ്റ്റിലായി. ഇനി നമ്മൾ ഇതിനെ കണക്ട് ചെയ്താൽ ഏകദേശം ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് നെഗറ്റീവ് ആക്സിലറേഷൻ ആണ്, വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്, യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനുമാണ് അല്ലേ. അപ്പോൾ ഗ്രാഫ് ഇപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. പക്ഷെ തൊട്ടു മുമ്പുള്ള ഗ്രാഫിൽ നിന്നും ഇതിനുള്ള വ്യത്യാസം എന്ന് പറയുന്നത് മുമ്പേ ഉള്ള ഗ്രാഫിന്റെ സ്ട്രെയിറ്റ് ലൈൻ റൈറ്റിലേക്ക് ചരിഞ്ഞിരിക്കുകയായിരുന്നു. എന്നാൽ ഈ ഗ്രാഫിന്റെ സ്ട്രെയിറ്റ് ലൈൻ ലെഫ്റ്റിലേക്കാണ് ചരിഞ്ഞിരിക്കുന്നത് അല്ലേ. കാരണം ആക്സിലറേഷൻ നെഗറ്റീവ് ആയതുകൊണ്ടാണ് ഇത് ലെഫ്റ്റിലേക്ക് ചരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനിൽ ആക്സിലറേഷൻ പോസിറ്റീവ് ആണെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫ് റൈറ്റിലേക്ക് ചരിഞ്ഞിരിക്കും. അതുപോലെ തന്നെ ആക്സിലറേഷൻ നെഗറ്റീവ് ആണെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫ് ലെഫ്റ്റിലേക്ക് ചരിഞ്ഞിരിക്കുക. പോസിറ്റീവ് ആണെങ്കിൽ റൈറ്റിലോട്ട്, നെഗറ്റീവ് ആണെങ്കിൽ ലെഫ്റ്റിലോട്ട്. നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫിലും ഇതുപോലെ പറഞ്ഞായിരുന്നു. വെലോസിറ്റി പോസിറ്റീവ് ആണെങ്കിൽ റൈറ്റിലോട്ട് ചരിഞ്ഞിരിക്കും, വെലോസിറ്റി നെഗറ്റീവ് ആണെങ്കിൽ ലെഫ്റ്റിലോട്ട് ചരിഞ്ഞിരിക്കും. ഇവിടെ വെലോസിറ്റി ടൈം ഗ്രാഫിൽ ആക്സിലറേഷൻ പോസിറ്റീവ് ആണെങ്കിൽ റൈറ്റിലോട്ട് ചരിഞ്ഞിരിക്കും, ആക്സിലറേഷൻ നെഗറ്റീവ് ആണെങ്കിൽ അത് ലെഫ്റ്റിലോട്ട് ചരിഞ്ഞിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വെലോസിറ്റി പോസിറ്റീവ് ആണെങ്കിൽ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് പോസിറ്റീവ് ഡയറക്ഷനിലായിരിക്കും. അതോടെ നമ്മൾ ഓർക്കണം. കാരണം വെലോസിറ്റിയും ഡയറക്ഷനും, ഒരാൾ എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ട് തന്നെ ആയിരിക്കും അയാളുടെ വെലോസിറ്റി. അപ്പോൾ അതുകൊണ്ട് ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി പോസിറ്റീവ് ആണെങ്കിൽ അയാളുടെ ഡയറക്ഷനും പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തൊട്ട് മുമ്പ് പറഞ്ഞ കേസിലും ഇപ്പോൾ ഞാൻ പറഞ്ഞ കേസിലും ഒബ്ജക്റ്റിന്റെ ഡയറക്ഷൻ പോസിറ്റീവ് തന്നെയാണ്.
അല്ലെങ്കിൽ മുന്നോട്ട് തന്നെയാണ് ഈ ഒബ്ജക്റ്റ് പോയത്. വെലോസിറ്റി കുറഞ്ഞില്ലേ, ബസ് മുന്നോട്ട് തന്നെ വന്നാണ് നിന്നത്, പക്ഷെ വെലോസിറ്റി കുറഞ്ഞുകൊണ്ട് ആക്സിലറേഷൻ നെഗറ്റീവായി എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ആക്സിലറേഷൻ നെഗറ്റീവാണ്, കാരണം വെലോസിറ്റി കുറയുന്നുണ്ട്. എങ്കിലും ബസ് പോകുന്ന ഡയറക്ഷൻ മുന്നോട്ട് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഡയറക്ഷൻ ഇവിടെ പോസിറ്റീവാണ്. ഇപ്പോൾ പറഞ്ഞ രണ്ട് കേസുകളിലും ഒബ്ജക്റ്റ് പോസിറ്റീവ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്തത്. അപ്പം എന്ന് പറഞ്ഞാൽ മുന്നോട്ട് തന്നെയാണ് പോയത്. ഇനി അല്പം വ്യത്യസ്തമായിട്ടുള്ളൊരു കേസ് നമുക്ക് പരിശോധിക്കാം. ഒരു ഒബ്ജക്റ്റ് നെഗറ്റീവ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരു കല്ല് മുകളിൽ നിന്നും താഴോട്ട്. അപ്പോൾ താഴോട്ടുള്ള ഡയറക്ഷൻ സാധാരണ നെഗറ്റീവായിട്ടും മുകളിലേക്കുള്ള ഡയറക്ഷൻ സാധാരണ പോസിറ്റീവായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരു കല്ല് താഴേക്ക് വരുന്നു, അപ്പോൾ നെഗറ്റീവ് ഡയറക്ഷനിലാണ് അത് ട്രാവൽ ചെയ്യുന്നത്. ഇനി താഴേക്ക് വരുന്ന കല്ലിൻ്റെ വെലോസിറ്റി നമ്മൾ നെഗറ്റീവായിട്ടാണ് കറക്റ്റായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഇത് നെഗറ്റീവായിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കല്ല് നമ്മൾ നോർമലി, അതായത് സിമ്പിളായിട്ട് നമുക്കിതിനെ പോസിറ്റീവായിട്ടും എടുക്കാം. എന്നാൽ കറക്റ്റായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഒരു താഴോട്ട് വരുന്ന ഒരു കല്ലിൻ്റെ വെലോസിറ്റി നെഗറ്റീവായിട്ട് വേണം നമ്മളതിനെ എടുക്കാൻ. ഇനി നമ്മൾ നിങ്ങളെ 9th ഒക്കെ താഴോട്ട് കല്ല് വരുമ്പോഴും വെലോസിറ്റി പോസിറ്റീവായിട്ടൊക്കെ എടുത്ത് ചെയ്തിട്ടുണ്ട്. അത് കുറച്ചുകൂടെ സിമ്പിളായിട്ട് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നതാണ്. സാധാരണ ഒരു ഒബ്ജക്റ്റ് താഴോട്ട് വരുമ്പോൾ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് നെഗറ്റീവ്, അതുപോലെ തന്നെ വെലോസിറ്റി നെഗറ്റീവ് ഒക്കെ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ കറക്റ്റായിട്ടുള്ള ടൈമിൽ അതിനെ എടുത്തു കഴിഞ്ഞാൽ ഒരു താഴോട്ട് വരുന്ന ഒരു കല്ലിൻ്റെ വെലോസിറ്റി എന്താണ്? നെഗറ്റീവാണ്, അല്ലേ? അപ്പോൾ ഒരു കല്ല് 0 സെക്കൻഡിൽ അത് 0 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലാണ് എന്ന് പറഞ്ഞാൽ റെസ്റ്റിലിരിക്കുകയാണ്. ഈ കല്ലിനെ ഞാൻ ഡ്രോപ്പ് ചെയ്യുകയാണ്, ഇങ്ങനെ വിടുകയാണ്, താഴോട്ട് വിടുകയാണ്, അല്ലേ? അപ്പോൾ 1 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് ആയി. താഴോട്ടായതുകൊണ്ട് -10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതി. 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ -20 മീറ്റർ പെർ സെക്കൻഡ് ആയി, ഇല്ലേ? മൂന്നാമത്തെ സെക്കൻഡിൽ -30 മീറ്റർ പെർ സെക്കൻഡ്, നാലാമത്തെ സെക്കൻഡിൽ മീറ്റർ പെർ സെക്കൻഡ്. നമ്മളെല്ലാവരും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പഠിച്ചിട്ടുണ്ട്, ഇല്ലേ? അതായത് എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം ഒബ്ജക്റ്റുകൾക്ക് ആക്സലറേഷൻ ഉണ്ടാവും, എന്ന് പറഞ്ഞാൽ വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവും. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനെ നമ്മൾ കറക്റ്റ് ചെയ്ത് പ്രോബ്ലങ്ങളിലൊക്കെ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്നും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് ഇതാണ്: ഞാനൊരു സാധനം കയ്യിൽ നിന്നും ഡ്രോപ്പ് ചെയ്ത് അത് കൃത്യം 1 സെക്കൻഡ് കഴിയുമ്പോൾ അതിൻ്റെ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് കൂടും. കാരണം ആക്സലറേഷൻ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡിൽ എത്ര വെലോസിറ്റി മാറുന്നോ അതാണ് ആക്സലറേഷൻ. അങ്ങനെയാണെങ്കിൽ ഇത് കൃത്യം 2 സെക്കൻഡിൽ വീണ്ടും 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി കൂടി അതിൻ്റെ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് ആവും. മൂന്നാമത്തെ സെക്കൻഡിൽ വീണ്ടും 10 കൂടും. ഓരോ സെക്കൻഡിലും 10 വെച്ച വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ആക്സലറേഷൻ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സാധനം നിങ്ങൾ ഇങ്ങനെ താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും അതിൻ്റെ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആക്സലറേഷൻ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. കാരണം ഒരു സെക്കൻഡിലെ വെലോസിറ്റി ചേഞ്ച് ആണ് ആക്സലറേഷൻ. അപ്പോൾ അങ്ങനെ ഫ്രീ ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒബ്ജക്റ്റുകളുടെ ആക്സലറേഷൻ എന്ന് പറയുന്നത് 9.8 ആണ്. നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ കറക്റ്റ് ചെയ്ത് 10 ആക്കി എടുക്കാറുണ്ട്. ഞാനിവിടെ അതിനെ കറക്റ്റ് ചെയ്ത് 10 ആക്കിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ താഴോട്ടാണ് വരുന്നത്, അതുകൊണ്ട് വെലോസിറ്റി നമ്മൾ നെഗറ്റീവായിട്ടാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റിന്റെ കേസിൽ വെലോസിറ്റി അല്ലെങ്കിൽ ഡയറക്ഷൻ നെഗറ്റീവാണ്. താഴോട്ടാണ് ഒരു ഒബ്ജക്റ്റ് വരുന്നത്, അപ്പോൾ അതുകൊണ്ട് ഡയറക്ഷൻ നെഗറ്റീവാണ്, അതുകൊണ്ട് വെലോസിറ്റി നെഗറ്റീവാണ്. ഡയറക്ഷൻ നെഗറ്റീവ് ആണെങ്കിൽ വെലോസിറ്റി എന്താവും? നെഗറ്റീവ് ആവും. ഇനി അതുപോലെ തന്നെ ആക്സലറേഷൻ എങ്ങനെയാണ്? ആക്സലറേഷൻ നെഗറ്റീവാണ്. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഇതിവിടെ വെലോസിറ്റി കൂടും. 0, 10, 20, 30, 40 എന്നിങ്ങനെ വെലോസിറ്റി കൂടിക്കൂടി വരും. ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ വെലോസിറ്റി താഴോട്ട് വരുമ്പോൾ നെഗറ്റീവ് ആയതുകൊണ്ട് ഈ 0യെക്കാളിലും ചെറുതല്ലേ -10? അങ്ങനെ എടുത്താൽ 0യെക്കാളിലും ചെറുതാണ് -10. അപ്പോൾ അങ്ങനെ കൺസിഡർ ചെയ്താൽ ഇവിടെ വെലോസിറ്റി കുറയുന്നതായിട്ട് എടുക്കാം. അതുകൊണ്ട് ആക്സലറേഷൻ നെഗറ്റീവാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കേസിൽ ആക്സലറേഷൻ നെഗറ്റീവ് ആണ്. കാരണം ആക്സലറേഷൻ A = v - u/t എന്നാണ് ഇക്വേഷൻ. ഇവിടെ ഞാൻ ഈ ഒരു കേസ് എടുത്താൽ, അതായത് 0 സെക്കൻഡും 1 സെക്കൻഡും ഇടയ്ക്കുള്ള ഒരു കേസ് എടുത്താൽ ഇനിഷ്യൽ വെലോസിറ്റി 0 മീറ്റർ പെർ സെക്കൻഡ്, ഫൈനൽ വെലോസിറ്റി -10 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ഈ വിക്ക് പകരം ഞാൻ -10 എന്ന് കൊടുത്തു,
യുവിന് പകരം 0 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കൊടുത്തു. -10 - 0 ഡിവൈഡ് ബൈ 1 ഒരു സെക്കൻഡ് ആണ് ഈ വെലോസിറ്റി ചേഞ്ച് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ -10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. അതായത് ഒരു കല്ല് താഴേക്ക് വരുമ്പോൾ ആക്സലറേഷൻ അപ്പം നെഗറ്റീവ് ആണ്. കാരണം അത് നെഗറ്റീവ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്, വെലോസിറ്റി കൂടുന്നുണ്ട് അല്ലേ. അപ്പോൾ വെലോസിറ്റി കുറഞ്ഞാൽ ആക്സലറേഷൻ നെഗറ്റീവ് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞാലും കുറച്ചുകൂടെ ഡെപ്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഡയറക്ഷൻ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ വെലോസിറ്റി നെഗറ്റീവ് ആവും. അങ്ങനെ ആകുമ്പോൾ നെഗറ്റീവ് ഡയറക്ഷനിൽ വെലോസിറ്റി കൂടിയാൽ അവിടെ ആക്സലറേഷൻ എന്താവും, നെഗറ്റീവ് ആവും. അപ്പോൾ ഈ ഒരു കേസ് എന്തിന് എക്സാമ്പിൾ ആണ്? നെഗറ്റീവ് ഡയറക്ഷൻ നെഗറ്റീവ് ആക്സിലറേഷൻ, ഈ ഒരു കേസിന് അതിന് എക്സാമ്പിൾ ആണ്. അതായത് നെഗറ്റീവ് ഡയറക്ഷൻ നെഗറ്റീവ് ആക്സിലറേഷൻ. അപ്പൊ ഈ കേസിലെ വെലോസിറ്റി ടൈം ഗ്രാഫ് നമുക്ക് നോക്കാം. ഇവിടെ 0 സെക്കൻഡിൽ 0 മീറ്റർ പെർ സെക്കൻഡ്, 0 സെക്കൻഡ് 0 മീറ്റർ പെർ സെക്കൻഡ്. ദെൻ 1 സെക്കൻഡ് -10, 1 സെക്കൻഡ് -10. ദെൻ 2 സെക്കൻഡ് -20, 2 സെക്കൻഡ് -20. Then 3 സെക്കൻഡ് -10, 3 സെക്കൻഡ് -10. Then 4 സെക്കൻഡ് -40, 4 സെക്കൻഡ് -40 അല്ലേ. അപ്പൊ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും അല്ലേ. അപ്പം ഇവിടെ നമ്മളൊന്ന് ശ്രദ്ധിച്ച്, ഈ കേസ് എന്തിന് എക്സാമ്പിൾ ആണ്? നെഗറ്റീവ് ഡയറക്ഷൻ നെഗറ്റീവ് ആക്സലറേഷൻ. അപ്പോൾ ഡയറക്ഷൻ നെഗറ്റീവ് ആയതുകൊണ്ടാണ് ഈ ഗ്രാഫ് ഉണ്ടോ, ഇത് മുകളിലോട്ട് വെലോസിറ്റി, താഴോട്ട് നെഗറ്റീവ് വെലോസിറ്റി അല്ലെ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, 0യിൽ നിന്ന് മുകളിലേക്ക് പോകുന്നത് പോസിറ്റീവ് വൈ ആക്സിസും 0യിൽ നിന്ന് താഴേക്ക് വരുന്നത് നെഗറ്റീവ് വൈ ആക്സും. അങ്ങനെയാണെങ്കിൽ വൈ ആക്സിസിൽ വെലോസിറ്റിയാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 0യ്ക്ക് താഴെയുള്ളത് എന്തായിരിക്കും? നെഗറ്റീവ് വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് ഡയറക്ഷൻ ആയതുകൊണ്ടാണ് നെഗറ്റീവ് വെലോസിറ്റി വന്നത്. ഈ ഗ്രാഫ് ഇവിടെ നമ്മൾ വരച്ചത്. ഇനി ആക്സിലറേഷൻ നെഗറ്റീവ് ആണ് അല്ലെ. കഴിഞ്ഞ തൊട്ട് മുമ്പുള്ള ഗ്രാഫിൽ ആക്സിലറേഷൻ നെഗറ്റീവ് ആകുമ്പോഴേ നമ്മൾ ലെഫ്റ്റിലോട്ട് ചെരിഞ്ഞ ഗ്രാഫ് അല്ലേ വരച്ച്, അതുപോലെ തന്നെ ഇവിടെയും ഗ്രാഫ് ലെഫ്റ്റിലോട്ട് ചെരിഞ്ഞിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നെഗറ്റീവ് ഡയറക്ഷൻ നെഗറ്റീവ് ആക്സിലറേഷൻ, നെഗറ്റീവ് ഡയറക്ഷനിൽ നെഗറ്റീവ് ആക്സിലറേഷനിൽ ട്രാവൽ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫാണിത്. ഇത് ചിലപ്പോഴൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇത് ഇങ്ങനെ വരയ്ക്കാനായിരിക്കില്ല ചോദിക്കുന്നത്, എക്സാമിന് ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. എ സ്റ്റോൺ ഈസ് ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ്, ദെൻ ഡ്രോ ഇറ്റ്സ് വെലോസിറ്റി ടൈം ഗ്രാഫ്. അതായത് ഒരു സ്റ്റോൺ ഒരു ഹൈറ്റിൽ നിന്നും താഴേക്ക് ഇടുന്നു, ഇതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുക. നോർമലി നമ്മളെല്ലാവരും ചെയ്യുന്നത് താഴോട്ട് വരുമ്പം കല്ലിന്റെ സ്പീഡ് കൂടുമല്ലേ, അതുകൊണ്ട് സാധാരണ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെയായിരിക്കും വരയ്ക്കുന്നത്. വെലോസിറ്റി സ്പീഡ് കൂടി വരുന്നു, വെലോസിറ്റി കൂടി വരുന്നു അല്ലേ. പക്ഷെ അങ്ങനെ വരച്ചാൽ നമുക്ക് മാർക്ക് തരില്ല. അപ്പോൾ ഈ ഒരു ഗ്രാഫ് വരച്ചാലേ നമുക്കിതിന് മാർക്ക് തരത്തുള്ളൂ. കാരണം എന്താണ്? കാരണം +1 പഠിക്കുന്ന നമ്മൾ ഈ മോഷനെ കുറിച്ച് കുറച്ചുകൂടെ ഡീപ്പായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ അതുകൊണ്ട് ഒരു കല്ല് താഴേക്ക് വരുമ്പോൾ അതിന്റെ വെലോസിറ്റി നെഗറ്റീവാണ്. കല്ലിന്റെ വേഗത കൂടുന്നുവെങ്കിലും ആക്സലറേഷൻ നെഗറ്റീവാണ്. കാരണം നെഗറ്റീവ് ഡയറക്ഷനിൽ സ്പീഡ് കൂടിക്കൂടി വെലോസിറ്റി കൂടിക്കൂടി വരുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ആക്സലറേഷൻ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും അല്ലേ. അപ്പൊ അതുകൊണ്ട് ഇവിടെ നെഗറ്റീവ് ഡയറക്ഷൻ നെഗറ്റീവ് ആക്സലറേഷൻ. അപ്പൊ അങ്ങനെ ഒരു ബോഡിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫാണ്. അതായത് when a stone is dropped from a height, ഒരു പ്രത്യേക ഉയരത്തിൽ നിന്നും ഒരു കല്ല് താഴേക്കിടുന്നു, അതിന്റെ ഗ്രാഫ് ഇതാണ്. അതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ പറഞ്ഞ 3 ഗ്രാഫുകൾ നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഈ 3 ഗ്രാഫുകളും യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷന്റെ ഗ്രാഫുകളാണ്. അതായത് ഫസ്റ്റ് കേസ് പറഞ്ഞത് പോസിറ്റീവ് ഡയറക്ഷൻ പോസിറ്റീവ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകുന്ന ഒരു ഒബ്ജക്ട് വെലോസിറ്റി കൂടി പോകുന്നു അല്ലേ. അതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെ റൈറ്റിലോട്ട് ചെരിഞ്ഞിരിക്കും. രണ്ടാമത് കേസ് കൺസിഡർ ചെയ്തത് നമ്മളൊരു ബസ്സിൻ്റെതാണ്. ബസ് മുന്നോട്ട് പോവാണ്, നമ്മൾ കൈ കാണിച്ചപ്പോൾ ബ്രേക്ക് ചെയ്തു, അപ്പോൾ വെലോസിറ്റി കുറഞ്ഞു, മുന്നോട്ട് വെലോസിറ്റി കുറഞ്ഞ് നിന്നു. അപ്പോൾ അവിടെ ഡയറക്ഷൻ പോസിറ്റീവാണ്, മുന്നോട്ടാണ് പോയത്. പക്ഷേ ആക്സലറേഷൻ നെഗറ്റീവാണ്. കാരണം എന്താണ്? വെലോസിറ്റി കുറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ വെലോസിറ്റി ടൈം ഗ്രാഫ് വെലോസിറ്റി കുറഞ്ഞു, ആക്സലറേഷൻ നെഗറ്റീവ് ആയപ്പോൾ ലെഫ്റ്റിലേക്ക് ചെരിഞ്ഞ ഗ്രാഫാണ് വന്നത്. ഇനി മൂന്നാമത്തെ കേസ് അല്പം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. അവിടെ നമ്മൾ എടുത്തത് നെഗറ്റീവ് ഡയറക്ഷൻ. നെഗറ്റീവ് ഡയറക്ഷൻ എന്ന് പറഞ്ഞപ്പം തന്നെ ഗ്രാഫ് 4th ക്വാർട്ടറിലേക്ക് വന്നു.
കാരണം വെലോസിറ്റി നെഗറ്റീവ് ആണ്. അതുകൊണ്ട് നെഗറ്റീവ് ആക്സിലറേഷൻ എങ്കിൽ ഇവിടെ ലെഫ്റ്റിലോട്ട് ചരിഞ്ഞ ഗ്രാഫ്, അതാണ് ഗ്രാഫ് ഇവിടെ ലെഫ്റ്റിലോട്ട് തന്നെ ചരിഞ്ഞിരിക്കുകയാണ്. പക്ഷെ അത് നെഗറ്റീവ് ഡയറക്ഷൻ ആയതുകൊണ്ട് ഈ നെഗറ്റീവ് വൈ ആക്സിസിൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഈ ലാസ്റ്റ് കേസ്. അപ്പോൾ നമ്മൾ ഓർക്കുക, ഒരു കല്ല് താഴേക്ക് വീഴുന്നു, അതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാൻ ചോദിച്ചാൽ ഇതാണ് വരയ്ക്കേണ്ടത്. അടുത്തതായി നമുക്ക് നോൺ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു യൂണിഫോമിറ്റിയും ഇല്ലാത്ത മോഷൻ ആയതുകൊണ്ട് അതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഒരിക്കലും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആകില്ല. ദെൻ ഇറ്റ് ഈസ് നോട്ട് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ നോൺ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഒരിക്കലും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആകില്ല. നമുക്കൊരു വെലോസിറ്റി ടൈം ഗ്രാഫ് ഉപയോഗിച്ച് ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോൾ ഒരു ബസ് വരുന്നു. ഈ ബസ്സിനെ ഞാൻ ആദ്യം കണ്ടപ്പോൾ ടൈം 0 സെക്കൻഡ്. അപ്പോൾ ഈ ബസ്സിനുള്ള വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ്. ഒരു വളവ് കഴിഞ്ഞ് ഇങ്ങനെ വരികയാണ്. ഒരു സെക്കൻഡായി ബസ്സിന് ഇതേ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ്. 2 സെക്കൻഡായി ബസ്സിന് 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി. 3-ാമത്തെ സെക്കൻഡിലും ബസ്സിന് 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി. 4-ാമത്തെ സെക്കൻഡിലും 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി. എൻ്റെ മുന്നിൽ നിന്നും ബസ് അപ്രത്യക്ഷമായി, അല്ലെങ്കിൽ പിന്നീട് ഇത് ഒരു വളവ് തിരിഞ്ഞങ്ങ് പോയി. ഞാൻ കണ്ടില്ല പിന്നെ ഈ ബസ്സിനെ. ചിലപ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ ഇത് നിർത്തുക, അതൊന്നും നമുക്കറിയേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ കണ്ട സമയത്തെല്ലാം ബസ്സിന്റെ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ബസ് എന്തിലായിരിക്കും? യൂണിഫോം മോഷനിലായിരിക്കും, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിന്റെ ഒരു ഗ്രാഫ് വരച്ചിരിക്കുകയാണ്. 0 സെക്കൻഡ് 10 മീറ്റർ പെർ സെക്കൻഡ്, 1 സെക്കൻഡ് 10 മീറ്റർ പെർ സെക്കൻഡ്, 2 സെക്കൻഡ് 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 4-ാമത്തെ സെക്കൻഡ് വരെ ഇതിന്റെ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പം വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ ആക്സിലറേഷൻ 0 ആയിരിക്കും. വെലോസിറ്റിയുടെ ചേഞ്ച് അല്ലേ ആക്സിലറേഷൻ. അങ്ങനെയാണെങ്കിൽ ഈ യൂണിഫോം മോഷനിലുള്ള ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ആക്സിലറേഷൻ 0 ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫും ഒക്കെ സെയിം തന്നെയാണ്, അല്ലേ? കാരണം ഇവിടെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ആക്സിലറേഷൻ 0 ആണ്. അപ്പം ആക്സിലറേഷൻ 0 കേസിലെ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് എടുത്ത് വരയ്ക്കാൻ ചോദിച്ചാൽ യൂണിഫോം മോഷനിലിരിക്കുന്ന ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നെ നിങ്ങൾ വരച്ചാൽ മതി. അപ്പോൾ ഇവിടെ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ മീനിങ്? കാരണം ഒരു സെക്കൻഡിൽ 10 മീറ്റർ ട്രാവൽ ചെയ്യും, അതാണ് അതിന്റെ മീനിങ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം 0 സെക്കൻഡിൽ ബസ്സിനെ കണ്ടു, അപ്പോൾ വെലോസിറ്റി ഉണ്ടായിരുന്നു, അല്ലേ? അതിനുശേഷം ഒരു സെക്കൻഡ് ആയപ്പോൾ ഇത് 10 മീറ്റർ ട്രാവൽ ചെയ്യും, അല്ലേ? 10 മീറ്റർ, കാരണം 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റി, അതുകൊണ്ട്. ദെൻ 2-ാമത്തെ സെക്കൻഡിൽ വീണ്ടും 10 മീറ്റർ ട്രാവൽ ചെയ്ത് 20 മീറ്ററിലാവും, അല്ലേ? 3-ാമത്തെ സെക്കൻഡിൽ വീണ്ടും 10 മീറ്റർ ട്രാവൽ ചെയ്യും, എന്നിട്ടത് 30 മീറ്ററിലാവും, അല്ലേ? 4-ാമത്തെ സെക്കൻഡിൽ വീണ്ടും അത് 10 മീറ്ററിൽ ട്രാവൽ ചെയ്യും, എന്നിട്ടത് 40 മീറ്ററിലാവും, അല്ലേ? അങ്ങനെ ആവുമ്പോൾ ബസ് ഓരോ സെക്കൻഡിലും 10 മീറ്റർ വെച്ച് ട്രാവൽ ചെയ്ത് അവസാനം 4-ാമത്തെ സെക്കൻഡ് ആയപ്പോൾ 40 മീറ്ററിലെത്തി ബസ്. അങ്ങനെയാണെങ്കിൽ 4 സെക്കൻഡ്, അല്ലേ? 4 സെക്കൻഡ് ആണിത്. ഞാൻ ഇവിടെ മുകളിലോട്ടൊരു ലൈൻ വരച്ചു, ഒരു പെർപെൻഡിക്കുലർ വരച്ചു. എന്നിട്ട് ഈ പോർഷന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പോകണം. അതായത് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അല്ലേ? ഈ പോർഷന്റെ ഏരിയ ഇതാണ് ലെങ്ത് 4, ബ്രെഡ്ത്ത് ഇതാണ് 10, ഈക്വൽ ടു 4 × 10 40. എന്താണ് 40? അതായത് 4-ാമത്തെ സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് 40. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ എടുത്താൽ എന്ത് കിട്ടും? ഡിസ്റ്റൻസ് ട്രാവൽഡ് കിട്ടും, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഞാൻ ഇതേ ഗ്രാഫ് തന്നെ, ഇതേ ഗ്രാഫിൽ ഈ 2 സെക്കൻഡ് വരെയുള്ള ഏരിയ ഒന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. അതായത് ഇതാണ് ടൈം 2 സെക്കൻഡ്, ഇത്ര ഏരിയ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇതല്ലേ ഏരിയ. അപ്പോൾ 2 × 10, 2 × 20, അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം 20 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 സെക്കൻഡ്, അതായത് 2-ാമത്തെ സെക്കൻഡിലുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് ആണ് 20 മീറ്റർ. അതായത് 2-ാമത്തെ സെക്കൻഡ് വരെയുള്ള ഏരിയ എടുത്തപ്പോൾ 2-ാമത്തെ സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് കിട്ടി.
അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ സെക്കൻഡ് വരെയുള്ള ഏരിയ എടുത്താൽ മൂന്നാമത്തെ സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. അങ്ങനെ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ എടുത്താൽ നമുക്ക് ഡിസ്റ്റൻസ് ട്രാവൽഡ് കിട്ടും അല്ലെ. ഏത് ഷേപ്പിലുള്ള വെലോസിറ്റി ടൈം ഗ്രാഫ് ആയിക്കോട്ടെ, ഇവിടെ ഞാൻ എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഗ്രാഫ് എടുത്തത് അല്ലെ. ഏത് ഷേപ്പിലുള്ള ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് ആയിക്കോട്ടെ, അതിന്റെ ഏരിയ എടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡിസ്റ്റൻസ് ട്രാവൽഡ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. അതായത് ഏതൊരു ഗ്രാഫിന്റെ ഏരിയ എടുക്കും, നമുക്കറിയാം ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഏതൊരു ഗ്രാഫിന്റെ ഏരിയയും കാണിക്കുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ. അതായത് വൈ ആക്സിസ് ഇൻറ്റു എക്സ് ആക്സിനെയാണ്. വൈ ആക്സിസ് ഇൻറ്റു എക്സ് ആക്സിനെയാണ്. ഇവിടെ വൈ ആക്സിസിൽ വെലോസിറ്റിയും എക്സ് ആക്സിസിൽ ടൈമും ആണ്. നമുക്കറിയാം വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് അല്ലേ. അല്ലെങ്കിൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ്. അതുകൊണ്ട് ഇനിയും നിങ്ങൾ മുന്നോട്ട് പഠിക്കുമ്പോൾ ഏതൊരു ഗ്രാഫ് കണ്ടാലും അതിന്റെ ഏരിയ എന്തിനെ കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ ആദ്യം നിങ്ങൾ അതിന്റെ വൈ ആക്സിസും എക്സ് ആക്സിസും നോക്കുക. അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണോ കിട്ടുന്നത് അതിനെ ആയിരിക്കും ആ ഗ്രാഫിന്റെ ഏരിയ കാണിക്കുന്നത് അല്ലേ. മുന്നോട്ട് ഇനി ഏത് ഗ്രാഫ് പഠിച്ചാലും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു ഗ്രാഫിന്റെ ഏരിയ കാണിക്കുന്നത് അതിന്റെ വൈ ആക്സിലെ വാല്യൂ ഇൻറ്റു എക്സ് ആക്സിലെ വാല്യൂവിനെയാണ്. ഇവിടെ വൈ ആക്സിസിൽ വെലോസിറ്റിയും എക്സ് ആക്സിസിൽ ടൈമും ആയതുകൊണ്ട് ഈ ഗ്രാഫിന്റെ ഏരിയ വെലോസിറ്റി ഇൻറ്റു ടൈമായ ഡിസ്പ്ലേസ്മെന്റിനെ കാണിച്ചു. വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്നും ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അതായത് ഞാനിവിടെ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് എടുത്തിരിക്കുന്നു. ഇപ്പോൾ എക്സാമ്പിളിന് വേണ്ടി ഞാൻ എടുത്തേക്കുന്ന ഒരു യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണ്. അതുകൊണ്ട് ഗ്രാഫ് ഇങ്ങനെ ചരിഞ്ഞായിരിക്കും വരുന്നത്. പോസിറ്റീവ് ആക്സിലറേഷൻ ആണ്. അപ്പോൾ 0 സെക്കൻഡിൽ 0 മീറ്റർ പെർ സെക്കൻഡ്, 1 സെക്കൻഡിൽ 2 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി, അങ്ങനെ കൂടി 4th സെക്കൻഡിൽ 8 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയാണ് ഈ ഒബ്ജക്റ്റിനുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് നമുക്ക് കിട്ടി. ഇത് റൈറ്റിലേക്ക് ചരിഞ്ഞാണ്, കാരണം ആക്സിലറേഷൻ പോസിറ്റീവ് ആണ്. കാരണം വെലോസിറ്റി കൂടുകയല്ലേ, അതുകൊണ്ട് ആക്സിലറേഷൻ പോസിറ്റീവ് ആണ്. അപ്പോൾ നമുക്കറിയാം ഒരു സെക്കൻഡിൽ എത്ര വെലോസിറ്റി ചേഞ്ച് ചെയ്യും, അതാണ് ആക്സിലറേഷൻ. അപ്പോൾ ഈ വാല്യൂസ് നോക്കുമ്പോൾ അറിയാം ഓരോ സെക്കൻഡിൽ 2 വെച്ചിട്ടല്ലേ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കേസിൽ ആക്സിലറേഷൻ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാം, കാരണം ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും 2 വെച്ചിട്ടാണ് വെലോസിറ്റി ചേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര വെലോസിറ്റി ചേഞ്ച് ചെയ്യും, അതാണ് ആക്സിലറേഷൻ. അപ്പോൾ ഇവിടുത്തെ ആക്സിലറേഷൻ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതായത് ഞാൻ നേരത്തെ പൊസിഷൻ ടൈം ഗ്രാഫ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, ഒരു ഗ്രാഫിന്റെ സ്ലോപ്പ് കാണിക്കുന്നത് വൈ ആക്സിസ് ബൈ എക്സ് ആക്സിനെയാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കാം. അതായത് ഇവിടെ വൈ ആക്സിസിൽ വെലോസിറ്റി, എക്സ് ആക്സിസിൽ ടൈം അല്ലേ. അതായത് വെലോസിറ്റി ബൈ ടൈം അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം അല്ലേ ആക്സിലറേഷൻ. അതുകൊണ്ട് ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് അല്ലെങ്കിൽ ഈ വരയുടെ ചരിവ് അത് ആക്സിലറേഷനെ കാണിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ എന്താണ് മാസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, y2 - y1 ഡിവൈഡ് ബൈ x2 - x1. ഈ ഇക്വേഷൻ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ്. നിങ്ങൾക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ ഇഷ്ടമുള്ള 2 ടൈമുകൾ എടുക്കുക. ഞാനിപ്പോൾ എടുക്കുന്നത് ഒന്ന് 2 സെക്കൻഡ്, അടുത്തത് 4 സെക്കൻഡ്. അപ്പോൾ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 2 സെക്കൻഡിലും 4 സെക്കൻഡിലും ഇടയ്ക്കുള്ള ആക്സിലറേഷൻ ആണ്. അപ്പോൾ ഞാൻ നേരെ 2 എന്ന് പറഞ്ഞ ടൈമിൽ നിന്നും ഈ ഗ്രാഫിലേക്ക് പോയി അവിടെ നേരെ ഇങ്ങോട്ട് വന്നുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു വെലോസിറ്റി എനിക്ക് കിട്ടി. അപ്പം ഈ വാല്യൂ ആണ് x1. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ ആക്സിലെ വാല്യൂ ആണ് y1. അതുപോലെ തന്നെ അടുത്തത് 4 സെക്കൻഡിനെ ഞാൻ x2 എന്ന് വിളിച്ചു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ 8, അതിനെ ഞാൻ y2 എന്ന് വിളിച്ചു. അപ്പോൾ ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. y2 - y1 8 - 4 divided by x2 - x1 4 - 2 8 - 4 4 - 2 2 4/2 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ. എന്ന് പറഞ്ഞാൽ ഈ ആക്സിലറേഷൻ തന്നെ നമുക്ക് ഇവിടെയും കിട്ടി, 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ഈ ഗ്രാഫിന്റെ, അതായത് വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ചരിവ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? നിങ്ങൾക്ക് ആക്സിലറേഷൻ കിട്ടും. കാരണം വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കാണിക്കുന്നത് വെലോസിറ്റിയുടെ ചേഞ്ചായ
ആക്സിലറേഷനെയാണ് അല്ലേ. കാരണം ഈ ഗ്രാഫ് ചരിഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? സ്ലോപ്പ് ഇല്ല, അപ്പോൾ ആക്സിലറേഷൻ ഇല്ല. അതുകൊണ്ടാണ് യൂണിഫോം മോഷനിലിരിക്കുന്ന ആടെ വെലോസിറ്റി ടൈംഗ്രാഫ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് ചരിഞ്ഞാൽ ഇല്ലേ, നമ്മൾ പറയത്തില്ലേ നേരെ ഇരിക്കുന്ന ഒരു സാധനം ചരിയുമ്പോൾ ആണ് അതിനൊരു മാറ്റം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അതിന് മാറ്റം ഉണ്ടാകുമ്പോഴാണ് ചെറുതായിട്ടൊന്ന് ചരിയുന്നത് അല്ലേ എന്ന് പറഞ്ഞതുപോലെ വെലോസിറ്റി ടൈംഗ്രാഫിൻ്റെ സ്ലോപ്പ് ചരിവ് കാണിക്കുന്നത് വെലോസിറ്റിയുടെ മാറ്റത്തിനെയാണ്, വെലോസിറ്റിയുടെ ചേഞ്ചാണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിയാണ് ആക്സിലറേഷൻ അല്ലേ. അതുകൊണ്ട് ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് ഇവിടെ ആക്സിലറേഷനെ കാണിക്കും. ഇനി ഇതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുത്തിട്ട് ഇത് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുത്തു. മുമ്പേ പറഞ്ഞ അതേ ടൈം ഇൻ്റർവലിനുള്ളിൽ ഉള്ള ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. നിങ്ങൾക്ക് ഇത് എവിടെ വേണമെങ്കിലും വരയ്ക്കാം, പക്ഷേ ഇവിടെ 90 ഡിഗ്രി ആകണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിനെ ABC എന്ന് എഴുതി. അപ്പോൾ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? y ആക്സിസ് ബൈ x ആക്സിസ്, അതായത് y വാല്യൂ ഇതാണ് AB ആണ് y വാല്യൂ, ദെൻ x വാല്യൂ അതാണ് BC. അപ്പോൾ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു സ്ലോപ്പ് AB ബൈ BC. അപ്പോൾ AB ഈ ഗ്രാഫ് നോക്കി കഴിഞ്ഞാൽ A എന്ന് പറയുന്നത് 8 ആണ്, B എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ AB എന്തായിരിക്കും? 8 - 4. AB 8 - 4 ഡിവൈഡ് ബൈ BC. BC എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് ആണ്. ഈ ലെങ്ത് എന്ന് പറയുന്നത് B എന്ന് പറയുന്നത് 4 ആണ്, C എന്ന് പറയുന്നത് 2 ആണ്. അപ്പം BC എന്ന് പറയുന്നത് 4 - 2 ആയിരിക്കും. 4 - 2. Then 8 - 4 4 4 - 2 2 4/2 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. വീണ്ടും നമുക്ക് ഇതേ വാല്യൂ തന്നെ കിട്ടി. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് 2 രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. ഇനി മറ്റൊരു രീതിയും കൂടെ, അതായത് ഈ ആംഗിൾ തന്നാൽ ഇവിടെ തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ടാൻ തീറ്റ എടുത്താൽ നിങ്ങൾക്ക് സ്ലോപ്പ് കിട്ടും. കാരണം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇവിടെ നമ്മൾ ശരിക്കും ചെയ്യുന്ന AB ബൈ BC എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻറ്റ് സൈഡാണ്. ഈ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻറ്റ് സൈഡ് അല്ലേ ടാൻ തീറ്റ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു 25 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഈ വര എത്ര ഡിഗ്രി ചരിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് അല്ലേ. 25 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ടാൻ 25 എടുത്താൽ ഇവിടെ ആക്സലറേഷൻ കിട്ടും. അങ്ങനെയും നമുക്ക് ആക്സലറേഷൻ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും പഠിച്ചത് വെലോസിറ്റി ടൈം ഗ്രാഫുകളെ കുറിച്ചാണ്. ഈ വെലോസിറ്റി ടൈം ഗ്രാഫുകളെ കുറിച്ചുള്ള കോൺസെപ്റ്റ് നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഈ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ടായിരിക്കില്ല ചോദിക്കുന്നത്. അതായത് ഡ്രോ ദി വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ യൂണിഫോം മോഷൻ അങ്ങനെ ആയിരിക്കില്ല ചോദിക്കുന്നത് അല്ലേ. മറ്റേതെങ്കിലും ഒരു സിറ്റുവേഷൻ തന്നിട്ട് അത് വെച്ചിട്ടായിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അല്ലേ. അപ്പം അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊരു ഐഡിയ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അല്ലേ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു അല്ലേ. ഒരു സ്റ്റോൺ അല്ലേ, എ സ്റ്റോൺ ഈസ് ഫോളിങ് ഫ്രീലി ഫ്രം എ ഹൈറ്റ്. ഒരു ഹൈറ്റിൽ നിന്നും താഴേക്ക് വീഴുന്ന ഒരു സ്റ്റോണിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുക അല്ലേ. അപ്പോൾ നമുക്കറിയാം ഒരു സ്റ്റോൺ താഴേക്ക് വീഴുമ്പോൾ താഴോട്ട് വന്നാൽ നെഗറ്റീവ് ഡയറക്ഷനാണ്, ആക്സിലറേഷനും നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവ് ഡയറക്ഷൻ, നെഗറ്റീവ് ആക്സിലറേഷൻ്റെ ഗ്രാഫ് വരയ്ക്കണം. അപ്പോൾ അങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും ഇവിടെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനെ ആയിരിക്കും നിങ്ങൾ എക്സാമിന് ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പം ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് പഠിക്കുക. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.